ഈ പ്രസ്ഥാനത്തിന്റെ ശത്രുക്കൾക്കിടയിൽ പോയി പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ പ്രവർത്തനം മോശമാണ്, നമ്മുടെ വാദപ്രതിവാദം മോശമാണ്. നേരെ മറിച്ച് മടവൂരികളായിരിക്കും യഥാർത്ഥത്തിൽ ഇതൊക്കെ നടത്തുന്നത് എന്നാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കുക. കാരണം വെച്ചാൽ ഇത് മോശം എന്ന് പറഞ്ഞാൽ നല്ലത് ചെയ്ത് കാണിക്കണമല്ലോ, ശരിയല്ലേ? കൊട്ടപ്പുറം വാദപ്രതിവാദത്തിൽ മുജാഹിദ് തോറ്റു എന്ന് പറഞ്ഞാൽ ജയിച്ചൊരു വാദപ്രതിവാദം ഇവർ കാണിച്ചു തരണമല്ലോ, വേണ്ടേ? അങ്ങനെ ഇവര് വാദപ്രതിവാദം നടത്തി. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്കൂ, ആ വാദപ്രതിവാദം നടത്തിയത് ഒരു വൈദ്യരുമായിട്ടാണ്. അവിടുത്തെ രംഗം നിങ്ങൾ കണ്ടോളൂ. പിന്നെ ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നു. അതായത് എൻ്റെ എല്ലാ ധാരണയും തെറ്റിച്ചുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്ത് അബ്ദുൽ ലത്തീഫ് മൗലവി ഇവിടെ ഒരുപാട് ഇബാറത്തുകൾ വായിക്കുകയുണ്ടായി. എന്തായിരുന്നു എൻ്റെ ധാരണ? അതായത് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ മനസ്സിലാക്കും, എൻ്റെ ധാരണ തെറ്റിച്ച് ഇബാറത്ത് വായിച്ചെന്ന് മനസ്സിലാക്കിയാൽ ശരി വായിച്ചെന്നാണ് ഞാൻ പറഞ്ഞത്. അതല്ല, അതായത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ സംവാദത്തിന് വന്ന സമയത്ത് ആദ്യം തന്നെ കിതാബ് എന്നൊരു വരി വായിച്ച്, അത് തല കുത്തനെയാണ് വായിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞെന്ത്, നിങ്ങൾ ഒരു പാർട്ടിയുടെ, അതല്ലെങ്കിൽ ഞങ്ങളെ പോലത്തെ ആളുകളല്ല, സംസ്ഥാന പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ ആയ നിങ്ങൾ മാത്രവുമല്ല, കേരളത്തിന്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ ഈ തൗഹീദും അതല്ലെങ്കിൽ ഇതുപോലെയുള്ള സാധനങ്ങളും ആശയങ്ങളും നിങ്ങളുടെ ഉള്ളിൽ നിന്നെടുത്ത ഒരുപാട് വാദങ്ങളും സ്ഥാപിക്കാൻ വേണ്ടി പ്രസംഗിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് നിങ്ങൾ വായിക്കുമ്പോൾ ശരിയായി വായിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ അപ്പൊ ഞാൻ മനസ്സിലാക്കി, ഇനി അടുത്ത വാദപ്രായത്തിന് ഒരു മാസം ഉണ്ടല്ലോ, അന്നത്തേക്കാവുമ്പോഴേക്ക് മൗലവി ഏതെങ്കിലും മൗലവിമാരടുത്ത് പോയിട്ട് ഇനി വായിക്കാനുള്ള ഇബാറത്തുകള് സ്വന്തം അവരുടെ മുന്നിൽ നിന്ന് വായിച്ച് പഠിച്ച് ശരിയാക്കി വരും എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചിരുന്നു. പക്ഷേ എന്റെ ആ ധാരണ തെറ്റിച്ചുകൊണ്ട് എന്റെ പ്രിയ സുഹൃത്ത്, അതായത് മുജിത്തഹിദുകളായ ഇവർ, മുജിത്തഹിദല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ, ഇവര് ഖുർആനും ഹദീസും സ്വന്തം മനസ്സിലാക്കുന്ന ആളുകളാ. അങ്ങനത്തെ മൗലവി ആദ്യം ഒരു തെറ്റല്ല, ഒരു പാട് തെറ്റ് വായിച്ച്. അപ്പൊ നിങ്ങൾ വിചാരിച്ചു ഞാൻ പറഞ്ഞു പോകല്ല, ഞാൻ ഇതെങ്ങനെയല്ല പറയുന്നത്, സ്വന്തം കാസറ്റ് പറയല്ല, നിങ്ങളൊക്കെ മുന്നിൽ നിന്നാണല്ലോ പറയുന്നത്. ഈ പറഞ്ഞ സംഗതി ഇല്ലേ, ഓരോന്നോരോന്ന് ഞാൻ പറഞ്ഞുതരാം, ഇല്ലെങ്കിൽ ഇവിടെ കാസറ്റ് ഉണ്ടാവുമല്ലോ. എന്താണ് ഫസ്റ്റ് തന്നെ പറഞ്ഞത്? മൂപ്പർ ഇങ്ങനെ ഓതുക, സുബ്ഹാനല്ലാഹ്. എന്താ ഇതിന്റെ അർത്ഥം? ഒരു ഫീലിന് രണ്ട് ഫായിൽ ഉണ്ടാവോ? ഒരു ഫീലിന് എങ്ങനെ രണ്ട് ഫായില്? അതല്ല, ഫായിലിന് മുലാഫിലേക്ക് എവിടെ? മുലാഫിലേക്ക് റഫ് ഉണ്ടാവോ? അത് ഇവർക്ക് ചിലപ്പോ ഒരു ഫീലിന് രണ്ട് ഫായിൽ ഉണ്ടാവുമോ? ചിലപ്പോ ഇവർക്ക് മനസ്സിലാക്കുന്ന അറിയോ? ഒരു പ്രവൃത്തി രണ്ടാൾക്കാർ ചെയ്യുക, ചിലപ്പോ അത് പറയാം. ആ ഒരു പ്രവൃത്തി രണ്ടാൾക്കാർ, ആ പരിപാടി നടക്കൂല. അഹദു എന്നല്ല വായിക്കണ്ട. ഇനി എവിടെങ്കിലും വാദപ്രവാദത്തിനോ പ്രസംഗത്തിനോ പോകുമ്പോ എന്ത് വായിക്കുക? അഹദിക്കും. കാരണം മുലാഫിലെയാണ്, ജറാണ്. ഞങ്ങളെ പോലത്തെ ആളുകൾ വായിച്ചു പോയാൽ തെറ്റ് എന്തെങ്കിലും വലിയ പോണ ആളുകളല്ലേ. നിങ്ങൾ അതുപോലെ അല്ല. അതുകൊണ്ട് അതൊന്ന് തിരുത്തണം, ഒന്ന് മാത്രം. ഇനി അടുത്തുണ്ടോ എന്ന് ചോദിച്ചുമ്പോൾ അടുത്ത് ഞാൻ പറഞ്ഞുതരാം. അടുത്തതിൽ കണ്ടോ, ഇതാണ് വാദപ്രതിവാദത്തിന്റെ ഒരു രംഗം. പക്ഷെ അതുകൊണ്ട് അവസാനിക്കുന്നില്ല. അടുത്ത രംഗം കടന്നു വരികയാണ്. അവിടെ എന്താ കാണുന്നത്? കണ്ടോളൂ. ഞങ്ങൾ നിങ്ങളെ പോലത്തെ ആളുകൾ, നിങ്ങൾ വലിയ വലിയ നേതാക്കന്മാരാണ്. ഒരു കുട്ടിന്റെ അടുത്ത് തെറ്റ് പറ്റിയെന്ന് മൂപ്പർ പറഞ്ഞു, സമ്മതിച്ചു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾ എന്തല്ല കേരളത്തിൽ മറുപക്ഷം പോലും സമ്മതിക്കുന്ന ഹദീസ് പണ്ഡിതന്മാരല്ല. പക്ഷേ ഈ ആദർശ വൈകല്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്റെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകം, ഇത് എഴുതിയ വ്യക്തി, ഈ നിൽക്കുന്ന മൗലവി ആര്? ആ മൗലവിയെ പറിച്ച് ഈ പുസ്തകത്തിൽ പറഞ്ഞത് എന്താ? ഞാൻ കളവ് പറയല്ല. എന്റെ സ്വന്തം സ്റ്റേജിൽ മേലെ സുന്നിയോട് പറഞ്ഞ മാതിരി അല്ലെങ്കിൽ മുജാഹിദ് പറഞ്ഞ മാതിരി സ്വന്തം സ്റ്റേജിൽ പ്രസംഗിക്കുകയല്ല, നിങ്ങളെ മുന്നിൽ നിന്നാണ് പറയുന്നത്. തെറ്റ് ആ മൗലവിന്റെ ഒരു തെറ്റ് പറഞ്ഞുതരാം. ഞാൻ പറയേണ്ടത് വിചാരിച്ചാൽ ആ സാധുര വെറുതെ വിടാം. കാരണം എന്താ അറിയോ, അതൊരു നല്ല മനുഷ്യനാണെന്ന് ഞാൻ മനസ്സിലാക്കണം. ആ പാവത്തിന് ഇടങ്ങാറാക്കണ്ട വയസ്സ് കാലത്ത് വിചാരിച്ചുകൊണ്ടാണ് അതിനിടങ്ങാറാക്കാത്തത്. അതായത് അയാളെ പറ്റി പറഞ്ഞതറിയോ, കേരള ജമിയത്തുൽ ഉലമ പ്രവർത്തക സമിതി അംഗമായിരുന്നു ഇദ്ദേഹം. ഈ മൗലവി, അതായത് അബ്ദുസ്സലാം സുല്ലമി എടവണ്ണ എന്ന് പറയുന്ന മൗലവി, അദ്ദേഹത്തിന്റെ ഫോട്ടോ ഉണ്ട് ഇവിടെ. ആ പുസ്തകത്തിലാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത്. എന്നിട്ട് പറയാണ്, ഇപ്പോൾ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്.
എതിരാളികൾ പോലും അംഗീകരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതൻ. ആ ഹദീസ് പണ്ഡിതൻ ഇവിടുന്ന് ഖുർആൻ ഓതി ഇസ്തിഹാസ ശിർക്കാക്കാൻ വേണ്ടി ഇതാ മസ്സൻ നാസു എന്നോതി കേസറ്റില്ലേ. وإذا مس الناس ضر دعوا ربهم منيبين إليه وإذا مس الناس ضر دعوا ربهم منيبين إليه. ഇതാ മസ്സൻ നാസു കേട്ടില്ലേ? ആ കേസറ്റ് ഒന്ന് കേട്ടു വെച്ചിങ്ങള്. മസ്സൻ നാസു മഫൂലല്ലേ? അപ്പൊ മൂപ്പർ പറയാം കണ്ടോ? ഇതാ വാദപ്രതിവാദം. ജയിച്ച വാദപ്രതിവാദം കാണുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ വാദപ്രതിവാദം നടത്തുന്ന ആൾക്കാരെ വന്നിട്ട് പറയുന്നത് മുജാഹിദുകൾ വാദപ്രതിവാദത്തിൽ തോറ്റു എന്ന്. ഇനി അതുകൊണ്ട് അവസാനിച്ചോ? അവസാനിച്ചില്ല. അവസാനം ബുഖാരിയിൽ നിന്നൊരു വ്യാഖ്യാനം ഫത്ഹുൽ ബാരിയിൽ നിന്ന് വായിച്ചു. യഥാർത്ഥത്തിൽ ഫത്ഹുൽ ബാരി ഇബ്നു ഹജർ അസ്ഖലാനി എന്ന പണ്ഡിതന്റേതാണ്. അതിന് ചില പണ്ഡിതന്മാർ വിശദീകരണം എഴുതിയിട്ടുണ്ട്, ഇബ്നു ബാസിനെ പോലുള്ള ചില പണ്ഡിതന്മാർ. പക്ഷെ വാദപ്രതിവാദത്തിന് പോയ വ്യക്തിക്ക് ഏതാ ഇബ്നു ബാസ് എഴുതിയത്, ഏതാ ഇബ്നു ഹജർ പറഞ്ഞതെന്ന് അറിയില്ല. അവസാനം അവിടെ വായിക്കുകയാണ്. എന്താ വായിക്കുന്നത്? ഇബ്നു ഹജർ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഇബ്നു ബാസ് എഴുതിയത് വായിക്കുകയാണ്. ആരുടെ മുന്നിലാ? വൈദ്യരുടെ മുന്നിൽ. അതും കണ്ടോളൂ വ്യക്തമായി തന്നെ. വൈദ്യരുടെ മുന്നിൽ ഇബാറത്ത് വായിക്കുകയാണ്. ഇവിടെ ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഖബറിടത്തിന്റെ അടുക്കലേക്ക് വന്നു എന്ന് പറഞ്ഞ ആ സംഭവമാണ് ഇവിടെ. ഈ മഹാന്മാർ മരിച്ചുപോയ മഹാന്മാരോട് പ്രാർത്ഥിക്കാം എന്നുള്ളതിന്, ഇസ്തിഗാസ നടത്താം എന്നുള്ളതിന് ഇവിടെ തെളിവായിട്ട് ഉദ്ധരിച്ചിട്ടുള്ളത്. സഹോദരന്മാരെ, വ്യക്തമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇബ്നു ഹജറുൽ അസ്ഖലാനി തന്റെ ഫത്ഹുൽ ബാരിയിൽ ഈ സംഭവം രേഖപ്പെടുത്തിക്കൊണ്ട് പറയുന്നു. ഇബ്നു ഹജറുൽ അസ്ഖലാനി തന്റെ ഫത്ഹുൽ ബാരിയിൽ ഈ സംഭവം രേഖപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, ഹാദൽ അത്റു, ഈ സംഭവം അലാ ഫർദി സിഹത്തി അദീതല്ല. ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി എന്തുകൊണ്ടെന്നാൽ ഈ ചോദ്യകർത്താവ് അജ്ഞാതനാണ്. അതാണ് ഏതോ ഒരു മനുഷ്യൻ എന്നെന്റെ സുഹൃത്ത് പറഞ്ഞത്. അതിന് لأن السائل مجهول ولأن عمل الصحابة رضي الله عنهم على خلافه وهم أعلم الناس. കണ്ടോ? വായിച്ചു പോവുകയാണ്. അപ്പൊ ഇയാളിങ്ങനെ വായിക്കുമ്പോ അബ്ദുസ്സലാം സുലൈമി അവിടെ ഇരിക്കുന്നുണ്ട്. അയാൾക്ക് മനസ്സിലായി ഇത് ഇബ്നു ബാസിന്റെ നാട്, ഇതാണല്ലോ ഇയാൾ അടിച്ചുവിടുന്നത്. അപ്പൊ മറ്റേ ആൾ തോണ്ടിയിട്ട് പറഞ്ഞു ഇബ്നു ബാസ്. അപ്പൊ ഇയാൾ തിരിഞ്ഞിട്ട് ഇബ്നു ബാസ്. ഇതിൽ പിന്നെയും വായിക്കുകയാണ്. എന്നിട്ടോ മാന്യ സഹോദരങ്ങളെ, അതും നമ്മുടെ വൈദ്യര് പിടിച്ചു. മാനക്കേട് എന്ന് പറഞ്ഞാൽ ഇതിന് വലിയ മാനക്കേടുണ്ടോ? വൈദ്യര് പിടിക്കുകയാണ്. പിന്നെ മൗലവി സാഹിബ് ഇവിടെ ഇബാറത്ത് വായിച്ചു. പച്ചക്കള്ളം പറഞ്ഞു മൗലവി നിങ്ങള്. അത് എവിടെ ഫത്ഹുൽ ബാരിയിലുണ്ട്, ഞങ്ങളെത്തുന്നത് ഏതോ ഏതോ വഹാബി ചോദ്യം എഴുതി കൊടുത്താൽ ഇവിടെ വരണ്ട്. ഇത് അത് അപ്പൊ അതുകൊണ്ട് ഇത് ഇസ്തിഗാസ ശിർക്കാണെന്ന് പറഞ്ഞാൽ ആ സംഭവം ഫത്ഹുൽ ബാരി കാണിച്ചു തന്നു. ഇവിടെ തീരുമാനമാക്കാൻ അല്ല. ഇബ്നു ഹജറുൽ അസ്ഖലാനി ഫത്ഹുൽ ബാരി പറഞ്ഞ് കള്ളത്തിന് വായിച്ചു നിങ്ങള്. പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഈ ഫത്ഹുൽ ബാരി എടുത്ത് ഈ കുട്ടികളുടെ നിങ്ങൾ താടി വെച്ച ആൾക്കാർ വന്നാണ് മണ വായിക്കേ. അല്ല പറഞ്ഞത് ഇബ്നു ബാസ് പറഞ്ഞത് ഇത് ഫത്ഹുൽ ബാരി ഇബ്നു ബാസിന്റെതാ. അത് നിങ്ങൾ പറയണ്ടേ? നിങ്ങൾ ഫത്ഹുൽ ബാരി ഫത്ഹുൽ ബാരി മോഡൽ നിങ്ങൾ പറഞ്ഞത്. കളവ് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുമോ? ഏതാണ്ട് കാക്കക്കൂട്ടി കല്ലെറിഞ്ഞ പോരാ. നിങ്ങൾ മനസ്സിലാക്കണം, ഈ രൂപത്തിലാ ഇങ്ങനെ വാദപ്രതിവാദം നടത്തിയ ആളുകളാണ് AP നിരൂപണം നടത്തുന്നത്. ഇങ്ങനെ വാദപ്രതിവാദം നടത്തിയ ആളാണ് കൊട്ടപ്പുറം സംവാദത്തെ നിരൂപണം നടത്തുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ചിന്തിക്കണം. ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തെ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയാൻ പറ്റുമോ? ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തെ, ഇങ്ങനെ ഒരു സമൂഹത്തെ മുജാഹിദുകൾ എന്ന് പറയാൻ പറ്റുമോ? വളരെ വ്യക്തമായി ചിന്തിക്കണം.